നമുക്കിന്നൊരു നാടൻ വിഭവം ഉണ്ടാക്കിയാലോ. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ മിക്കപ്പോഴും ഉണ്ടാകുന്ന വിഭവങ്ങൾ വെച്ചിട്ട് നമുക്കൊരു നാടൻ എന്ന നല്ല രുചിയിലുള്ള ഒരു വിഭവം ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ്, തക്കാളി, പിന്നെ അതുപോലെ തന്നെ മുരിങ്ങാക്കോൽ. ഇപ്പോൾ മുരിങ്ങാക്കോലിൻ്റെയൊക്കെ സീസണൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കെട്ടി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ചക്കക്കുരുവും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഉണ്ടാക്കണതിൽ ചക്കക്കുരു ഇല്ല, അതിന് വരെ ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 തക്കാളി, 2 മുരിങ്ങാക്കോലി, പിന്നെ അതുപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ്, ഇത് ആവശ്യത്തിന് വെള്ളവും പിന്നെ ഉപ്പും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് കീറിയത്, ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ഉപ്പിൽ വയ്ക്കാൻ വെക്കണം കേട്ടോ അടുപ്പത്ത്. ഇപ്പുറത്തെ അടുപ്പത്ത് ഒരു 1/2 കപ്പ് പരിപ്പ് നമ്മൾ കുക്കറിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. ഒരു അരമുറി തേങ്ങ, അതിലേക്ക് ഒരു 2 നുള്ള് ചെറിയ ജീരകം, ഒരു 3-4 വെളുത്തുള്ളി, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല വെണ്ണ പോലെ വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഈ അരപ്പ് നമുക്ക് ഈ വേവിച്ചിരിക്കുന്ന കൂട്ടിലേക്ക് ഇടാം കേട്ടോ. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പും കൂടി, നമ്മൾ പരിപ്പ് അത്യാവശ്യം ഒന്ന് ഉടച്ചിട്ടാണ് വേവിച്ചെടുത്തേക്കണം. ഒരു 3-4 വിസിലോളം കേൾപ്പിച്ചിട്ടുണ്ട് നമ്മൾ പരിപ്പിന്. അപ്പോൾ നന്നായിട്ടൊന്ന് കുറുകിയിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചാറൊന്ന് കുറുകിയിരിക്കാൻ, ഒരു ഒഴിച്ച് കറി പോലെയാണേ. അപ്പോൾ നല്ല സ്വാദാണ് കേട്ടോ ഈ കറിക്ക്. ചെമ്മീനും കൂടി ഇട്ടാണെങ്കിൽ ഇത്രയും കൂടി സ്വാദുണ്ടാവും. അപ്പോൾ നമുക്ക് ചെമ്മീനില്ലാത്തതാണ് നമ്മൾ പരിപ്പും വെച്ചിട്ടാണ് നമ്മൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പരിപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു താളിപ്പ് തയ്യാറാക്കണം. അതിലേക്ക് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ സാധാരണ മുളക് പൊടിയും കൂടി നമുക്ക് ചേർത്തിട്ട് നന്നായിട്ട് നോക്കി വഴച്ചിട്ട് ആ താളിപ്പ് നമുക്ക് നമ്മുടെ കറി തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ ആ കറിയിലോട്ട് നമുക്ക് നന്നായിട്ട് പകർത്താട്ടോ. അപ്പോൾ എല്ലാവർക്കും വളരെ ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഈ വിഭവം ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്തിട്ട് ഇത് ഇഷ്ടമാകുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നാടൻ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് പ്രത്യേകം ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്താ പറയുക, ഒത്തിരി സന്തോഷം. നമ്മുടെ ഫാമിലിയിലോട്ട് പുതുതായിട്ട് ഒത്തിരി സബ്സ്ക്രൈബേഴ്സ് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മടിക്കരുത്. പിന്നെ അതുപോലെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും, പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യാനും മറക്കരുത്. പിന്നെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും ഉള്ള ഫുഡുകളാണ് നമ്മൾ മാക്സിമം ചെയ്യുന്നത്, നമ്മൾ വീഡിയോസായിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏതുതരം വീഡിയോസാണ് കൂടുതൽ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം നമുക്ക് കമൻറ്റിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒത്തിരി നന്ദി. താങ്ക് യു.